പുതുവർഷ പുലരിയിൽ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. 90,350 ഭക്തർ ഇന്നലെ ദർശനം നടത്തി. മരക്കൂട്ടം മുതൽ തുടങ്ങുന്ന ക്യൂ നടപ്പന്തൽ വരെ നീളുന്ന തിരക്കായി വർദ്ധിച്ചപ്പോൾ ഭക്തർക്ക് കൂടുതൽ സമയം ക്യൂ നിൽക്കേണ്ടി വന്നു. 24,114 ഭക്തർ ഇന്ന് രാവിലെ 8 മണിവരെ ദർശനം നടത്തി. സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഐശ്വര്യത്തിന്റെ നല്ല നാളുകളിലേക്ക്, പുത്തൻ പ്രതീക്ഷകളിലേക്ക്, ആത്മവിശ്വാസമുള്ള ജീവിതത്തിലേക്ക് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടെ പുതിയ വർഷത്തെ വരവേൽക്കുകയാണ് ഭക്തജനങ്ങൾ. വലിയ തിരക്കാണ് സന്നിധാനത്ത് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഭക്തരാൽ തിങ്ങി നിറഞ്ഞു. ഇന്നലെ മുതൽ അനുഭവപ്പെടുന്ന തിരക്ക് മാറ്റമില്ലാതെ സന്നിധാനത്ത് ഈ മണിക്കൂറുകളിലും തുടരുകയാണ്. മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച ആ മണിക്കൂർ മുതൽ 30-ാം തീയതി വൈകിട്ട് 5 മണി മുതൽ നിലയ്ക്കാത്ത ഭക്തജന പ്രവാഹമാണ് സന്നിധാനത്ത്. ഇന്നലെ മരക്കൂട്ടം മുതൽ ക്യൂ ഉണ്ടായിരുന്നു. കൂടുതൽ സമയം ഭക്തജനങ്ങൾക്ക് മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെ കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. ബാരിക്കേഡിനുള്ളിൽ, ക്യൂ കോംപ്ലക്സിനുള്ളിൽ കൂടുതൽ സമയം കാത്തു നിന്നാണ് ഇന്നലെ ഭക്തർ ദർശനം പൂർത്തിയാക്കിയെങ്കിൽ ഇന്നും സമാനമായ കാഴ്ച തന്നെയാണ്. ഇന്നും മരക്കൂട്ടം മുതൽ ക്യൂ തുടങ്ങുന്നു. വിവിധ ബാച്ചുകളായി തിരിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായാണ് ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുന്നത്. നടപ്പന്തൽ വരെ മണിക്കൂറുകൾ ക്യൂ നിന്ന് ഭക്തർ എത്തിയതിനു ശേഷം 18-ാം പടി കയറി ഫ്ലൈ ഓവറിലേക്ക് എത്തുമ്പോഴും വളരെ സാവധാനമാണ് ഫ്ലൈ ഓവറിലേക്ക് ക്യൂ മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഫ്ലൈ ഓവർ കടന്ന് സോപാനത്തിന് സമീപത്തേക്ക് അയ്യപ്പ ദർശനത്തിന് വേണ്ടി ഏതാനും നിമിഷങ്ങൾ മാത്രമുള്ള ഭക്തജനങ്ങളുടെ ആ കാഴ്ചയാണ്. കാനനപാത വഴി മണ്ഡലകാല തീർത്ഥാടന സമയത്ത് എന്ന പോലെ തന്നെ മകരവിളക്ക് തീർത്ഥാടന ആരംഭ ദിവസങ്ങളിലും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. നിലയ്ക്കലിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലയ്ക്കലിൽ നിയന്ത്രണം വിധേയമാണ് ഭക്തജനങ്ങളെ പമ്പയിലേക്ക് കടത്തിവിടുന്നത്. പമ്പയിൽ നിന്നും ക്രമീകരണങ്ങളോടുകൂടി ഭക്തരെ മല കയറ്റുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിലയ്ക്കലും കൂടുതൽ സമയങ്ങൾ ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. സ്പോട്ട് ബുക്കിംഗ് ക്രമീകരണത്തിനടക്കം നിലയ്ക്കൽ കൂടുതൽ സമയം കാത്തു നിന്നാണ് ഭക്തജനങ്ങൾ പമ്പയിലേക്ക് കടന്നു വരികയും ചെയ്തത്. ഇനി ജനുവരി 12-ാം തീയതി പന്തളത്ത് നിന്നും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. 3 ദിവസം വിവിധ ഇടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ജനുവരി 14-ാം തീയതി മകരസംക്രമ നാളിൽ വൈകിട്ട് ഘോഷയാത്ര സന്നിധാനത്ത് എത്തും. അയ്യപ്പസ്വാമിക്ക് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകര ജ്യോതി തെളിയും. ജനുവരി 19 വരെയാണ് ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യമുള്ളത്. ജനുവരി 20-ാം തീയതി പന്തളം രാജപ്രതിനിധി നാരായണവർമ്മ തമ്പുരാൻ ആചാരപരമായ ദർശനം നടത്തി മലയിറങ്ങുന്നതോടുകൂടി ഈ തവണത്തെ തീർത്ഥാടനത്തിന്, മകരവിളക്ക് തീർത്ഥാടനത്തിനും സമാപനമാകും. ജനുവരി 19-ാം തീയതിയാണ് പ്രധാനപ്പെട്ട ചടങ്ങായ മാളികപ്പുറത്ത് വലിയ ഗുരുതി നടക്കുന്നത്. തിരക്കിന്റെ മണിക്കൂറുകൾ ഇനിയുള്ള ദിവസങ്ങളിലും വലിയ തിരക്ക് ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തൽ ഉണ്ട്. മണ്ഡലകാല തീർത്ഥാടന ദിവസങ്ങളിലെല്ലാം വലിയ തിരക്ക് അനുഭവപ്പെട്ടത് കൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ തിരക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് നേരത്തെ തന്നെ എത്തിയിരുന്നു. കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും അയൽ സംസ്ഥാന ഭക്തജനങ്ങളുമെല്ലാം കൂടുതലായി എത്തുന്നുണ്ട്. തിരക്കിന്റെ മണിക്കൂറുകൾക്ക് സന്നിധാനത്ത് മാറ്റമില്ല എന്നുള്ളതാണ് മുഴുവൻ മണിക്കൂറും സന്നിധാനത്തു നിന്നും കാണുന്ന കാഴ്ച. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം മിഥുൻ മുരളി.